കൊച്ചി നഗരത്തിലെ സ്വകാര്യ സിറ്റി ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. കണക്കുകൾ പ്രകാരം 650 ബസ്സുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 480 ബസ്സുകൾ മാത്രമാണുള്ളത്. കൊറോണയ്ക്ക് ശേഷം ബസ്സിൽ യാത്ര ചെയ്തിരുന്നവരിൽ വലിയ പക്ഷം സ്വകാര്യ വാഹനങ്ങളിലേക്ക് ചുവടുമാറ്റിയതാണ് സിറ്റി ബസ് വ്യവസായത്തിന് തിരിച്ചടിയായത്. മെട്രോ വന്ന ശേഷം യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്നും പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സിറാജ് പറയുന്നു. ഏറ്റവും കൂടുതൽ 2 വീലർ വിറ്റുപോയത് എറണാകുളം ജില്ലയിലാണ് കൊറോണ സമയത്ത്, കൊറോണ കഴിഞ്ഞതിന് ശേഷം. അത് ഞങ്ങൾ വലിയ കാര്യമായി യാത്രക്കാരുടെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബസ്സിലൊക്കെ പണ്ട് യാത്ര ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഗവൺമെൻറ്റിൽ ഉന്നത പദവികൾ വഹിക്കുന്ന ആളുകൾ വരെയും യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ബസ്സിലാണ്. എറണാകുളം ജില്ലയിൽ പ്രൈവറ്റ് ബസ് പിടിച്ചു നിൽക്കുന്നത് അതിഥി തൊഴിലാളികളെ കൊണ്ടാണ്. അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രൈവറ്റ് ബസ് നിലവിൽ പിടിച്ചു നിൽക്കുന്നത്. 650 ബസ്സുകൾ ഉണ്ടായിരുന്ന കൊച്ചി നഗരത്തിൽ ഇപ്പോഴുള്ളത് 480 ബസ്സുകൾ മാത്രമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പീഡനവും അനാവശ്യ നിയന്ത്രണങ്ങളും ഈ മേഖലയിലേക്ക് കടന്നുവരാൻ ആളുകൾ ഭയക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. പൊതുഗതാഗതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇവിടെ. ഈ പൊതുഗതാഗത സംവിധാനം നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ഗവൺമെൻറ്റാണ്. ബസ്സിനെ വെടിവെക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ബസ് എന്ന് പറയുന്നത് ശത്രുക്കളെ ഒരു മനോഭാവത്തോടെയാണ് ഗവൺമെൻറ് നമ്മളെ കാണുന്നത്. ഈ മേഖലയിലേക്ക് പുതിയതായി ആരും വരുന്നില്ല. നമ്മളിപ്പോൾ ആരെങ്കിലും സമീപിച്ചാൽ തന്നെ അവർ പറയണത് ഇത്രയും പ്രശ്നങ്ങളുള്ള വ്യവസായത്തിലേക്ക് ഞങ്ങളില്ല. നിയമപരമായിട്ട് ഞങ്ങൾക്കിത് ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കണ്ടേ. പല ദിവസങ്ങളിലും കൂലിക്കുള്ള വരുമാനം പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് ജീവനക്കാരുടെ പക്ഷം. ഞങ്ങൾ രാവിലെ വരുന്നത് മാത്രമേ ഉള്ളൂ, പൈസ ഇല്ലാണ്ടാ വീട്ടിൽ പോകണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓടിയാലേ നമുക്ക് ശമ്പളം ഉണ്ടാവുള്ളൂ. ഇന്നലെ ഓടിയില്ല. നിത്യചെലവ് കഴിയും, അതിനുള്ള കിട്ടും, അത്രേ ഉള്ളൂ. വേറെ വണ്ടി ഇപ്പോൾ ഓടണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. മോശമാണ്, കൂടിയിട്ട് രക്ഷയില്ല. വളരെയേറെ പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലവിന് നിത്യചെലവെന്ന് വെച്ചാൽ കഴിഞ്ഞു പോകുന്നു. അല്ലാണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ തൊഴിൽ ഇതാണ്, പണി ഇതാണ്. നേരം പിന്നെ പോകാതിരിക്കാനൊക്കെ ഇല്ല. കൊച്ചി നഗരത്തിലെ ഗതാഗത ഭൂപടം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർ മെട്രോയും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളെയും ആശ്രയിക്കാൻ തുടങ്ങിയതോടെ നിലനിൽപ്പിനു വേണ്ടി പോരാടുകയാണ് നഗരത്തിലെ സ്വകാര്യ ബസ് വ്യവസായം. ക്യാമറ പേഴ്സൺ ജിഷ്ണു കെ ആറിനോടൊപ്പം റാസിൻ അൻവർ, കേരള വിഷൻ ന്യൂസ്, കൊച്ചിൻ.